PSC മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഠിക്കാൻ പോകുന്നത് 2025 കേരളവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. PSC എക്സാമിന് ചോദിച്ച കറണ്ട് അഫയേഴ്സ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സും പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ കാണുക. ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം CM വിത്ത് മീ എന്ന സിറ്റിസൺ കണക്ട് സെന്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കേരളം. ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം CM വിത്ത് മീ എന്ന സിറ്റിസൺ കണക്ട് സെന്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ചരിത്രം വിശദീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? തുളസി ഹിൽ പാലസ്, പട്ടം. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ചരിത്രം വിശദീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത് തുളസി ഹിൽ പാലസ്, പട്ടത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം നടന്നത് എവിടെയാണ്? വർക്കലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം നടന്നത് വർക്കലയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം നടന്നത് വർക്കലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷനാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷനാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് 2025 നവംബർ 1-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് 2025 നവംബർ 1-നാണ്. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമായ ഗന്നറ്റ്സ് രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമായ ഗന്നറ്റ്സ് രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. അപ്പോൾ വർക്കല എന്തായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം നടന്നത് വർക്കലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷനാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് 2025 നവംബർ 1-നാണ്. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമായ ഗന്നറ്റ്സ് രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. ഈ വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനമാണ് തിരുവനന്തപുരം. സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനമാണ് തിരുവനന്തപുരം. സംസ്ഥാന വയോജന കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5-ആണ്. സംസ്ഥാന വയോജന കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5-ആണ്. സംസ്ഥാന വയോജന കമ്മീഷനിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. സംസ്ഥാന വയോജന കമ്മീഷനിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. അംഗങ്ങളുടെ എണ്ണമാണ് 5, കാലാവധി 3 വർഷമാണ്. സംസ്ഥാന സർക്കാർ പുതുതായി രൂപവത്കരിച്ച വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് K. സോമപ്രസാദ്. സംസ്ഥാന സർക്കാർ പുതുതായി രൂപവത്കരിച്ച വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് K. സോമപ്രസാദ്. ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കണം. വയോജനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ സേവനങ്ങൾക്കായി കേരളത്തിലെ ആദ്യ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് എലിക്കുളമാണ്. വയോജനങ്ങളുടെ സേവനങ്ങൾക്കായി കേരളത്തിലെ ആദ്യ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്താണ്
എലിക്കുളം. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ഇടനാഴി മാനവീയം വീഥി. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ഇടനാഴിയാണ് മാനവീയം വീഥി. കേരള സർവകലാശാലയിലെ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിൽ ഗവേഷകനായ ഡോക്ടർ സ്മൃതി രാജ്, കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ ബിജുകുമാർ എന്നിവർ പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ 2 ഇനം ശുദ്ധജല ഞണ്ടുകൾ ഏതൊക്കെയാണ്? പിലാർട്ട വാമൻ, കാസർഗോഡിയ ഷീബെ. പിലാർട്ട വാമൻ, കാസർഗോഡിയ ഷീബെ. കേരളത്തിലെ ആദ്യ അവക്കാഡോ നഗരം അമ്പലവയലാണ്. കേരളത്തിലെ ആദ്യ അവക്കാഡോ നഗരമാണ് അമ്പലവയൽ. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ മൈക്ര AV ലീഡ്ലെസ് പേസ് മേക്കർ ചികിത്സ നടത്തിയ ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ മൈക്ര AV ലീഡ്ലെസ് പേസ് മേക്കർ ചികിത്സ നടത്തിയ ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിൻ്റെ 2020-25 മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ഏത് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്തത്? ഇരവികുളം ദേശീയോദ്യാനം. കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിൻ്റെ 2020-25 മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ഏത് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്തത്? ഇരവികുളം ദേശീയോദ്യാനം. രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കേരളത്തിലെ കൃഷിഫോമാണ് ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം. എറണാകുളത്താണ് രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കേരളത്തിലെ കൃഷിഫോമാണ് ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം, എറണാകുളം. കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം പാർക്കും അക്കാദമിയും നിലവിൽ വരുന്നത് ശാസ്താംപാറ, തിരുവനന്തപുരത്താണ്. കേരളത്തിലെ തന്നെ ആദ്യമായതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം പാർക്കും അക്കാദമിയും നിലവിൽ വരുന്നത് ശാസ്താംപാറ, തിരുവനന്തപുരം. ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് പദവി നൽകുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന സംഘടനയുടെ ആസ്ഥാനം ഡെൻമാർക്കാണ്. ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് പദവി നൽകുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന സംഘടനയുടെ ആസ്ഥാനം ഡെൻമാർക്കാണ്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ ഒറ്റ ദിവസം തന്നെ ഒരാളുടെ 3 പ്രധാന അവയവങ്ങൾ 3 പേർക്ക് മാറ്റിവെച്ച സർക്കാർ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ ഒറ്റ ദിവസം തന്നെ ഒരാളുടെ 3 പ്രധാന അവയവങ്ങൾ 3 പേർക്ക് മാറ്റിവെച്ച സർക്കാർ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. സർക്കാർ മേഖലയിൽ ശ്വാസകോശ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യത്തെയും രാജ്യത്തെ 3ാമത്തെയും മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. സർക്കാർ മേഖലയിൽ ശ്വാസകോശ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യത്തെയും രാജ്യത്തെ 3ാമത്തെയും മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യ ഹീമോഫീലിയ പരിചരണ കേന്ദ്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യ ഹീമോഫീലിയ പരിചരണ കേന്ദ്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. സംസ്ഥാനത്ത് ആദ്യമായി NABH അക്രഡിറ്റേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. സംസ്ഥാനത്ത് ആദ്യമായി NABH അക്രഡിറ്റേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാനത്തെ ആദ്യ കമ്മ്യൂണിറ്റി റേഡിയോയാണ് കെയർ FM. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാനത്തെ ആദ്യ കമ്മ്യൂണിറ്റി റേഡിയോയാണ് കെയർ FM. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി സഹമിത്ര എന്ന പേരിൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടമാണ് കോഴിക്കോട്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി സഹമിത്ര, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സഹമിത്ര എന്ന പേരിൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടമാണ് കോഴിക്കോട്. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. പരിരക്ഷ അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. ബൗദ്ധിക വെല്ലുവിളികളെക്കുറിച്ചും അത് നേരിടുന്നവരെക്കുറിച്ചും സമൂഹത്തിൽ വിപുലമായ അവബോധം സൃഷ്ടിക്കാനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് അൻപ്.
വളരെ പ്രധാനപ്പെട്ടതാണ്. ബൗദ്ധിക വെല്ലുവിളിയെക്കുറിച്ചും അത് നേരിടുന്നവരെക്കുറിച്ചും സമൂഹത്തിൽ വിപുലമായ അവബോധം സൃഷ്ടിക്കാനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് അൻപ് എന്ന് പറയുന്നത്. കേരളത്തിലെ സ്വന്തം ഇന്റർനെറ്റായ കെ ഫോണിന്റെ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ഭാഗ്യചിഹ്നമാണ് ഫിബോ. ഫിബോ എന്ന കടുവയാണ് കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റായ കെ ഫോണിന്റെ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കിന്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവ. ഇനി കേരളത്തിലെ ആദ്യത്തെ AI വിദ്യാർത്ഥി റോബോട്ടാണ് മിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ AI വിദ്യാർത്ഥി റോബോട്ടാണ് മിയ. ബേപ്പൂർ അഴീക്കൽ തീരത്തിന് സമീപം തീപിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലാണ് MV വാൻഹായ് 503. ബേപ്പൂർ അഴീക്കൽ തീരത്തിന് സമീപം തീപിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലാണ് MV വാൻഹായ് 503. അടുത്തിടെ കൊച്ചി സന്ദർശിച്ച അന്താരാഷ്ട്ര ആഡംബര കപ്പലാണ് സെലിബ്രിറ്റി മില്ലേനിയം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തിടെ കൊച്ചി സന്ദർശിച്ച അന്താരാഷ്ട്ര ആഡംബര കപ്പലിന്റെ പേരാണ് സെലിബ്രിറ്റി മില്ലേനിയം. അടുത്തിടെ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ട കടലിൽ ഒഴുകുന്ന സർവകലാശാല എന്നറിയപ്പെടുന്ന കപ്പലാണ് MV വേൾഡ് ഒഡീസി. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തിടെ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ട കടലിൽ ഒഴുകുന്ന സർവകലാശാല എന്നറിയപ്പെടുന്ന കപ്പലാണ് MV വേൾഡ് ഒഡീസി. 2025 മെയ് 24 കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പലിന്റെ പേര് MSC എൽസ 3 ആണ്. 2025 മെയ് 24 കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പലിന്റെ പേരാണ് MSC എൽസ 3. അപ്പോൾ MV വാൻഹായ് 503 എന്തായിരുന്നു? ബേപ്പൂർ അഴീക്കൽ തീരത്തിന് സമീപം തീപിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലായിരുന്നു MV വാൻഹായ് 503. MSC എൽസ എന്ന് പറയുന്നത് 2025 മെയ് 24 കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പലിന്റെ പേരാണ് MSC എൽസ. വാർത്തകളിൽ നിറഞ്ഞു നിന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ആസ്ഥാനം എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലൻഡാണ്. വാർത്തകളിൽ നിറഞ്ഞു നിന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ MSCയുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ആസ്ഥാനമാണ് ജനീവ, സ്വിറ്റ്സർലൻഡ്. പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ലഭിച്ച കേരളത്തിലെ ബീച്ചുകളാണ് കാപ്പാട് ബീച്ച് കോഴിക്കോട്, ചാൽ ബീച്ച് അഴീക്കോട് കണ്ണൂരാണ്. പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ലഭിച്ച കേരളത്തിലെ ബീച്ചുകളാണ് കാപ്പാട് ബീച്ച് കോഴിക്കോട്, ചാൽ ബീച്ച് അഴീക്കോട് കണ്ണൂർ. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ശുചിത്വം, സൗന്ദര്യവൽക്കരണം എന്നിവയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനായി മാറിയ റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം കണ്ണൂരാണ്. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ശുചിത്വം, സൗന്ദര്യവൽക്കരണം എന്നിവയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനായി മാറിയ റെയിൽവേ സ്റ്റേഷനാണ് കണ്ണപുരം കണ്ണൂർ. ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിറ്റി ക്യാൻസർ നിയന്ത്രണ പദ്ധതി ക്യാൻസർ രഹിത കണ്ണപുരം, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലാണ്. ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിറ്റി ക്യാൻസർ നിയന്ത്രണ പദ്ധതിയാണ് ക്യാൻസർ രഹിത കണ്ണപുരം, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ല. ജലലഭ്യത, ഉപയോഗം, ഭാവി ആസൂത്രണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകരിച്ച് സമഗ്രമായ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. അപ്പോൾ ജലലഭ്യത, ഉപയോഗം, ഭാവി ആസൂത്രണം എന്നിവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഏകീകരിച്ച് സമഗ്രമായ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? കണ്ണൂരാണ്. ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കണ്ണൂരാണ്. ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നതും കണ്ണൂരാണ്. കണ്ണൂരുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്രത്യേകം പഠിച്ചു വയ്ക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പ സ്ഥാപിതമാവുന്ന ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, കണ്ണൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പ സ്ഥാപിതമാവുന്ന ക്ഷേത്രമാണ്
തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. മേഘാലയയിൽ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ കണ്ണൂർ സ്വദേശിയായി IAS ഓഫീസറാണ് ഡോക്ടർ ഷക്കീർ അഹമ്മദ്. മേഘാലയയിൽ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ കണ്ണൂർ സ്വദേശിയായ IAS ഓഫീസറാണ് ഡോക്ടർ ഷക്കീൽ അഹമ്മദ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്, കണ്ണൂരുകാരിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്, കണ്ണൂരാണ്. ബസിൻ്റെ തത്സമയ സഞ്ചാരപാത കണ്ടെത്താനും ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നതിനുമുള്ള KSRTCയുടെ മൊബൈൽ ആപ്പാണ് ചലോ ആപ്പ്. ബസിൻ്റെ തത്സമയ സഞ്ചാരപാത കണ്ടെത്താനും ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നതിനുമുള്ള KSRTCയുടെ മൊബൈൽ ആപ്പാണ് ചലോ ആപ്പ്. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന് ഉപയോഗിച്ച ആപ്പാണ് ക്യൂഫീൽഡ് ആപ്പ്. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന് ഉപയോഗിച്ച ആപ്പാണ് ക്യൂഫീൽഡ് ആപ്പ്. മെഡിക്കൽ ഷോപ്പിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാൻ ആരംഭിച്ച ആപ്പാണ് കോമ്പൗണ്ടർ. കോമ്പൗണ്ടർ എന്താണ്? മെഡിക്കൽ ഷോപ്പിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാൻ ആരംഭിച്ച ആപ്പാണ് കോമ്പൗണ്ടർ. ലോകത്തിൻ്റെ ഏതു കോണിലും ഇരുന്ന് മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്ക്. കോർട്ട് ക്ലിക്ക് എന്താണ്? ലോകത്തിൻ്റെ ഏതു കോണിലും ഇരുന്ന് മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്ക്. സ്കൂൾ കുട്ടികളുടെ ഹാജർ നില, പഠന നിലവാരങ്ങൾ, പഠന പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ അറിയുന്നതിന് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ആപ്പാണ് സമ്പൂർണ്ണ പ്ലസ്. സമ്പൂർണ്ണ പ്ലസ് എന്താണ്? സ്കൂൾ കുട്ടികളുടെ ഹാജർ നില, പഠന വിവരങ്ങൾ, പഠന പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ അറിയുന്നതിന് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ആപ്പിൻ്റെ പേരാണ് സമ്പൂർണ്ണ പ്ലസ്. ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയൊരുക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹാപ്പി ലോങ് ലൈഫ്. ഹാപ്പി ലോങ് ലൈഫ് എന്താണ്? ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയൊരുക്കുന്ന പദ്ധതിയാണ് ഹാപ്പി ലോങ് ലൈഫ്. ക്യാൻസർ പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ പ്രതിരോധ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം, അകറ്റാം അർബുദം. ക്യാൻസർ പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ പ്രതിരോധ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം, അകറ്റാം അർബുദം. ആരോഗ്യം ആനന്ദം, അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിൻ്റെ ഗുഡ്വിൽ അംബാസഡർ ആരാണ്? മഞ്ജു വാര്യർ ആണ്. ആരോഗ്യം ആനന്ദം, അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിൻ്റെ ഗുഡ്വിൽ അംബാസഡർ ആരാണെന്ന് വെച്ചാൽ മഞ്ജു വാര്യരാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്, ഓർത്തു വയ്ക്കണം. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ സുവോളജിക്കൽ പാർക്കും പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ സുവോളജിക്കൽ പാർക്കും പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. അപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെട്ട ഈ 3 ക്വസ്റ്റ്യൻസും പഠിച്ചു വയ്ക്കണം. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കും പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്, തൃശ്ശൂരാണ് സ്ഥിതി ചെയ്യുന്നത്. 2025 രജത ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ സ്ഥാപനമായ കിഫ്ബിയുടെ പൂർണ്ണ രൂപമാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. അപ്പോൾ 2025 രജത ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ കിഫ്ബിയാണ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. അങ്കണവാടി കുട്ടികളുടെ ശാരീരികവും ബൗദ്ധികവുമായ വളർച്ച പ്രായാനുസൃതമായി നിരീക്ഷിക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ്
കുഞ്ഞൂസ് കാർഡ്. അപ്പോൾ കുഞ്ഞൂസ് കാർഡ് എന്താണ്? അങ്കണവാടി കുട്ടികളുടെ ശാരീരികവും ബൗദ്ധികവുമായ വളർച്ച പ്രായാനുസൃതമായി നിരീക്ഷിക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് കുഞ്ഞൂസ് കാർഡ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് കെ സ്മാർട്ട്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് കെ സ്മാർട്ട്. കെ സ്മാർട്ട് സംവിധാനം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ നിലവിൽ വന്നത് 2025 ഏപ്രിൽ 10 മുതലാണ്. ഇത് ഓർത്തു വയ്ക്കണം. കെ സ്മാർട്ട് സംവിധാനം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ നിലവിൽ വന്നത് 2025 ഏപ്രിൽ 10 മുതലാണ്. അപ്പോൾ 2021 പശ്ചിമഘട്ടത്തിലെ കല്ലാർ വനമേഖലയിൽ കണ്ടെത്തിയ കുഞ്ഞൻ കാട്ടുകാശിത്തുമ്പയ്ക്ക് നൽകിയ പേരെന്താണ്? ഇംപേഷ്യൻസ് അച്യുതാനന്ദനെ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായാണ് പേര് നൽകിയത്. അപ്പോൾ 2021 പശ്ചിമഘട്ടത്തിലെ കല്ലാർ വനമേഖലയിൽ കണ്ടെത്തിയ കുഞ്ഞൻ കാട്ടുകാശിത്തുമ്പയ്ക്ക് നൽകിയ പേരാണ് ഇംപേഷ്യൻസ് അച്യുതാനന്ദനെ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായാണ് പേര് നൽകിയത്. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനോടുള്ള ആദരസൂചകമായി പേര് നൽകിയ ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യ ഇനമാണ് ഇക്സോറ ഗാഡ്ഗിലിയാന. ഇക്സോറ ഗാഡ്ഗിലിയാന. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനോടുള്ള ആദരസൂചകമായി പേര് നൽകിയ ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യ ഇനമാണ് ഇക്സോറ ഗാഡ്ഗിലിയാന. ഓർത്തു വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ബി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലത്താണ്. കേരളത്തിലെ ആദ്യത്തെ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ബി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബയുടെ വകഭേദം ഏതാണ്? നെഗ്ലേറിയ ഫൗലേറി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബയുടെ വകഭേദമാണ് നെഗ്ലേറിയ ഫൗലേറി. നെഗ്ലേറിയ ഫൗലേറി. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കാൻ ചികിത്സാ മാർഗരേഖ തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കാൻ ചികിത്സാ മാർഗരേഖ തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളമുള്ളതും വലിപ്പമുള്ളതുമായ പാലം കുമ്പിച്ചൽ കടവ് പാലം, തിരുവനന്തപുരം. 253.4 മീറ്ററാണ് നീളം. കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളമുള്ളതും വലിപ്പമുള്ളതുമായ പാലമാണ് കുമ്പിച്ചൽ കടവ് പാലം. സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി ഏതു രാജ്യത്തേക്കാണ് കുരുമുളക് തൈകൾ കയറ്റുമതി ചെയ്യുന്നത്? ഉഗാണ്ടയിലേക്കാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി ഏതു രാജ്യത്തേക്കാണ് കുരുമുളക് തൈകൾ കയറ്റുമതി ചെയ്യുന്നത്? ഉഗാണ്ടയിലേക്കാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി കുരുമുളക് തൈകൾ കയറ്റുമതി ചെയ്യുന്നത് ഉഗാണ്ടയിലേക്കാണ്. ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് തൈകൾ ഏതൊക്കെയാണ്? കരിമുണ്ടയും പന്നിയൂർ 1 ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് തൈകൾ. കരിമുണ്ടയും പന്നിയൂർ 1. അടുത്തിടെ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളാണ് കണ്ണാടിപ്പായ, തലനാടൻ ഗ്രാമ്പു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തിടെ കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളാണ് കണ്ണാടിപ്പായ, തലനാടൻ ഗ്രാമ്പു. ഈ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഏതെന്ന് ചോദിച്ചാൽ കണ്ണാടിപ്പായയാണ്. മൊബൈൽ ഇന്റർനെറ്റ് അടിമത്തത്തിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് DDAT, ഡിജിറ്റൽ ഡി അഡിക്ഷൻ. മൊബൈൽ ഇന്റർനെറ്റ് അടിമത്തത്തിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? DDAT ആണ്. ഡിജിറ്റൽ ഡി അഡിക്ഷൻ ആണ്. സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ വേദിയാണ് കോഴിക്കോട്. സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ വേദി ഏതാണ്? കോഴിക്കോടാണ്. ഈ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ കലാരത്ന പുരസ്കാരം നേടിയത് ജാനകി രാജാണ്. ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ
കലാരത്ന പുരസ്കാരം നേടിയത് ആർക്കാണ്? ജാനകി രാജ്. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമായി പുനർനാമകരണം ചെയ്ത വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമായി പുനർനാമകരണം ചെയ്ത വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി, മെലസ്റ്റോമ മലബാത്രികം. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി, മെലസ്റ്റോമ മലബാത്രികം. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പക്ഷിയാണ് മേനിപ്പൊന്മാൻ, സെയ്ക്സ് എരിതാക്ക. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മേനിപ്പൊന്മാൻ, സെയ്ക്സ് എരിതാക്ക എന്നാണ് അറിയപ്പെടുന്നത്. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക ശലഭമാണ് മലബാർ റോസ്, പാച്ചിലിയോപ്റ്റ പാണ്ടിയാന. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക ശലഭം മലബാർ റോസ് ആണ്, പാച്ചിലിയോപ്റ്റ പാണ്ടിയാന. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷമാണ് ഈയങ്കം, ഹൊപ്പിയ ഇറോസ. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? ഈയങ്കമാണ്. ശാസ്ത്രീയ നാമമാണ് ഹോപ്പിയ ഇറോസ. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പൈതൃക വൃക്ഷമാണ് ഈന്ത്, സൈക്കാസ് സിർസിനാലിസ്. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പൈതൃക വൃക്ഷമാണ് ഈന്ത്, സൈക്കാസ് സിർസിനാലിസ്. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക ജലജീവിയാണ് നീർനായ. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക ജലജീവി ഏതാണ്? നീർനായയാണ്, ലുട്രോഗാലെ പെർസിപ്സിലാറ്റ. നീർനായയുടെ ശാസ്ത്രീയ നാമമാണ് ലുട്രോഗാലെ പെർസിപ്സിലാറ്റ. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക മത്സ്യമാണ് പാതാള പൂന്താരകൻ. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക മത്സ്യമാണ് പാതാള പൂന്താരകൻ, പാൻജിയോ ഫൂജിയ, പാൻജിയോ ഫൂജിയ. ഈ കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക മൃഗമാണ് ഈനാമ്പേച്ചി. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക മൃഗം ഈനാമ്പേച്ചി, മാനിസ് ക്രാസിക്കൗഡാറ്റ, മാനിസ് ക്രാസിക്കൗഡാറ്റ. 2026 ഓസ്കാറിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് പപ്പാബുക്ക. 2026 ഓസ്കാറിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് പപ്പാബുക്ക. ഈ പപ്പാബുക്ക എന്ന സിനിമ സംവിധാനം ചെയ്ത മലയാളി സംവിധായകനാണ് ഡോക്ടർ ബിജു. പപ്പാബുക്ക എന്ന സിനിമ സംവിധാനം ചെയ്ത മലയാളി സംവിധായകനാണ് ഡോക്ടർ ബിജു. പപ്പുവ ന്യൂഗിനിയയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആരാണ് പപ്പാബുക്ക എന്ന സിനിമയിൽ നായകനായി അഭിനയിക്കുന്നത്? സൈൻ ബൊബോറോ. സൈൻ ബൊബോറോയാണ് പപ്പുവ ന്യൂഗിനിയയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പപ്പാബുക്ക എന്ന സിനിമയിൽ നായകനായി അഭിനയിക്കുന്നത്. സൈൻ ബൊബോറോ. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്ര സാമൂഹിക പശ്ചാത്തലത്തിൽ സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജീവിതത്തിലെ സുപ്രധാന മുഹൂർത്തങ്ങൾ കോർത്തിണക്കി അനിൽ വി നാഗേന്ദ്രൻ രചിച്ച് സംവിധാനം ചെയ്ത സിനിമയാണ് വീരവണക്കം. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്ര സാമൂഹിക പശ്ചാത്തലത്തിൽ സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജീവിതത്തിലെ സുപ്രധാന മുഹൂർത്തങ്ങൾ കോർത്തിണക്കി അനിൽ വി നാഗേന്ദ്രൻ രചിച്ച് സംവിധാനം ചെയ്ത സിനിമയാണ് വീരവണക്കം. സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജീവിതം അഭ്രപാളികളിലെത്തിച്ച അനിൽ വി നാഗേന്ദ്രൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ വസന്തത്തിൻ്റെ കനൽ വഴികൾ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായ വീരവണക്കം സിനിമയിൽ പി കൃഷ്ണപിള്ളയുടെ വേഷം ചെയ്ത സിനിമാ നടനാണ് സമുദ്രക്കനി. ഓർത്തുവയ്ക്കണം, സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജീവിതം അഭ്രപാളികളിലെത്തിച്ച അനിൽ വി നാഗേന്ദ്രൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് വസന്തത്തിൻ്റെ കനൽ വഴികൾ. ഈ ചിത്രത്തിലെ രണ്ടാം ഭാഗമായ വീരവണക്കം സിനിമയിൽ പി കൃഷ്ണപിള്ളയുടെ വേഷം ചെയ്ത സിനിമാ നടനാണ് സമുദ്രക്കനി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ വിഭജനം സംബന്ധിച്ച സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാനായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ. ഇത് 2025 കറണ്ട് അഫയേഴ്സായി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ വിഭജനം സംബന്ധിച്ച സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാനായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ. നിലവിൽ സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമായുള്ള വാർഡുകളുടെ ആകെ എണ്ണം 3662. മുനിസിപ്പാലിറ്റി 3741, കോർപ്പറേഷൻ 421. നിലവിൽ സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമായുള്ള വാർഡുകളുടെ ആകെ എണ്ണം 3662,
മുനിസിപ്പാലിറ്റി 3241, കോർപ്പറേഷൻ 421. നിലവിൽ സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിലായി എത്ര വാർഡുകളാണ് ഉള്ളത്? 17,337. നിലവിൽ സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിലായി 17,337 വാർഡുകളാണ് ഉള്ളത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്ന തീയതികൾ 2025 ഡിസംബർ 9, 11. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്ന തീയതികളാണ് 2025 ഡിസംബർ 9, 11. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ച സോഫ്റ്റ്വെയർ ഇ-ഡ്രോപ്പ്, ഇലക്ട്രോണിക്കലി ഡിപ്ലോയിങ് റാൻഡംലി ഓഫീസേഴ്സ് ഫോർ പോളിംഗ്. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ച സോഫ്റ്റ്വെയറാണ് ഇ-ഡ്രോപ്പ്, ഇലക്ട്രോണിക്കലി ഡിപ്ലോയിങ് റാൻഡംലി ഓഫീസേഴ്സ് ഫോർ പോളിംഗ്. 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കാത്ത കേരളത്തിലെ ഏക മുനിസിപ്പാലിറ്റിയാണ് മട്ടന്നൂർ, കണ്ണൂരിലാണ്. 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കാത്ത കേരളത്തിലെ ഏക മുനിസിപ്പാലിറ്റിയാണ് മട്ടന്നൂർ, കണ്ണൂർ. യുണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി ചുമതലയേറ്റ സിനിമാ താരമാണ് കീർത്തി സുരേഷ്. യുണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി ചുമതലയേറ്റ സിനിമാ താരമാണ് കീർത്തി സുരേഷ്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതയായത് ഡോക്ടർ സിസ തോമസ് ആണ്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതയായത് ഡോക്ടർ സിസ തോമസ്. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് ഡോക്ടർ സജി ഗോപിനാഥ്. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ സജി ഗോപിനാഥ് ആണ്. മലയാളത്തിൻ്റെ ശ്രീനിക്ക് വിട. 2005 ഡിസംബർ 20-നാണ് ശ്രീനിവാസൻ അന്തരിച്ചത്. 2025 ഡിസംബർ 20 അന്തരിച്ച പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ മലയാളിയാണ് ശ്രീനിവാസൻ. ജന്മസ്ഥലം പാട്യം, കണ്ണൂരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജന്മസ്ഥലം പാട്യം, കണ്ണൂരാണ്. അഭിനയിച്ച ആദ്യ സിനിമയാണ് മണിമുഴക്കം. 1976 മണിമുഴക്കം അഭിനയിച്ച ആദ്യ സിനിമയാണ് മണിമുഴക്കം. നായക വേഷത്തിൽ അഭിനയിച്ച ആദ്യ സിനിമയാണ് സംഘഗാനം. 1979 നായക വേഷത്തിൽ അഭിനയിച്ച ആദ്യ സിനിമയാണ് സംഘഗാനം. 1979 തിരക്കഥ എഴുതിയ ആദ്യ സിനിമയാണ് ഓടരുതമ്മാവ ആളറിയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരക്കഥ എഴുതിയ ആദ്യ സിനിമയാണ് ഓടരുതമ്മാവ ആളറിയാം. സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് വടക്ക് നോക്കി യന്ത്രം. സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് വടക്ക് നോക്കി യന്ത്രം. വർഷം 1989. മികച്ച സാമൂഹിക പ്രസക്തിയുള്ള ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ സിനിമയാണ് ചിന്താവിഷ്ടയായ ശ്യാമള. 1998 മികച്ച സാമൂഹിക പ്രസക്തിയുള്ള ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ സിനിമയാണ് ചിന്താവിഷ്ടയായ ശ്യാമള. ചെന്നൈയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീനിവാസന്റെ സഹപാഠി ആയിരുന്ന പ്രശസ്ത തമിഴ് സിനിമാ താരമാണ് രജനീകാന്ത്. ചെന്നൈയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ശ്രീനിവാസന്റെ സഹപാഠിയായിരുന്ന പ്രശസ്ത തമിഴ് സിനിമാ താരമാണ് രജനീകാന്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ PSC എക്സാമിന് ചോദിച്ച കറണ്ട് അഫയേഴ്സ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിൻ്റെ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വരുന്ന 2026 പരീക്ഷകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. കാണാത്തവർ കാണുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.